അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസകളിലൊക്കെ മാതൃകാപരമായിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പകർത്താൻ പറ്റുന്നതുമായ രീതിയിലുള്ള പരിപാടികളാണ് നൽകേണ്ടത്. നാം പാരമ്പര്യമായി നൽകി വരുന്ന രൂപത്തിൽ പ്രസംഗം, ഗാനം, സംഘഗാനം, ക്വിസ് മത്സരം, കവിത, കഥ തുടങ്ങിയ നമുക്ക് യോജിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളൊക്കെയാണ് സ്റ്റേജിന പരിപാടികളായിട്ടും സ്റ്റേജേതര പരിപാടികളുമായിട്ടും നമ്മൾ നൽകേണ്ടത്. നബിദിന പരിപാടികൾ ആഭാസകരമാകുന്ന രീതിയിലേക്ക് ആരും കൊണ്ടുപോകരുത്. അങ്ങനെ പരിപാടികൾ നീങ്ങുന്നതിനെ സഗൗരവം ജാഗ്രതയോടുകൂടി മുഅല്ലിമുകൾ ശ്രദ്ധിച്ച് കാണേണ്ടതുണ്ട്. ഇപ്പോൾ നബിദിനത്തിൻ്റെ വേഷത്തിനായി പലവിധ വേഷങ്ങളും വിപണിയിൽ ലഭിക്കുന്നുണ്ട്. പല ജീവികളുടെയും ഫോട്ടോ ഉള്ള ഷർട്ടുകളും തൊപ്പികളും ഒക്കെ ലഭിക്കുന്നുണ്ട്. വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ തൊപ്പി ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് നിലനിർത്താൻ വേണ്ടിയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ധരിക്കാറുള്ള വെള്ള തൊപ്പിയാണ് ധരിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നബി സന്ദേശങ്ങളെ ഒന്നുകൂടി ശക്തമായി നൽകുന്ന സമയമാണല്ലോ നബിദിനം. ആ നബിദിനത്തിൻ്റെ ദഫ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ആഭാസകരമായ ജീവികളുടെയോ മറ്റോ ഫോട്ടോ ഉള്ള നമ്മോട് യോജിക്കാത്ത രീതിയിലുള്ള തൊപ്പികൾ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഉസ്താദുമാരും മാനേജ്മെൻറ്റൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, വഴിതടസ്സം സൃഷ്ടിക്കുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരുവിധ പരിപാടികളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ആനുകാലിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അത് സ്വീകരിക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പരിപാടികളൊക്കെ. ഏതെങ്കിലും വിധത്തിൽ അതിന് കൈമോശം വന്നു പോകുന്നുണ്ടോ എന്ന് ബഹുമാന്യരായ ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ റേഞ്ച് ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, ഇവരൊക്കെ മദ്രസയിൽ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ നേതൃത്വത്തിൽ സദർ മുഅല്ലിമീങ്ങളുടെ ശ്രദ്ധയിലൂടെ സാധാരണ മുഅല്ലിമീങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നബിദിന പരിപാടികളൊക്കെ പാരമ്പര്യമായി നമ്മൾ നടത്തി വരുന്ന രീതിയിൽ നിന്ന് ആദർശപരമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാരമ്പര്യത്തിന് ഒക്കെ യോജിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ മാത്രമായിട്ട് ഒതുക്കണമെന്നും അതിനെ സംഘടിപ്പിക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു.